SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഓൾറെഡി മെയിൽ വന്നിട്ടുണ്ടാകും. SBI കാർഡ്സിൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് ഈ വരുന്ന നവംബർ 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. പ്രധാനമായിട്ടും 2 കാറ്റഗറി പേയ്മെൻറ്റുകൾക്ക് നവംബർ 1 മുതൽ SBI കാർഡ്സ് ചാർജ് ഈടാക്കി തുടങ്ങുകയാണ്. സോ പുതുതായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ SBI കാർഡ്സിൻ്റെ പ്രധാനപ്പെട്ട നിലവിലെ സർവീസ് ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. പുതിയ ചേഞ്ച് വരുന്നത് നവംബർ 1 മുതലാണ്. നവംബർ 1 മുതൽ വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇനി മുതൽ, അതായത് നവംബർ 1 മുതൽ എഡ്യൂക്കേഷണൽ കാറ്റഗറി പേയ്മെൻറ്റിന് 1% പ്ലസ് GST ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചെക്ക് വഴിയും അതുപോലെ തന്നെ ക്രെഡ് വഴിയും മൊബൈക്യൂഗോ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ വഴിയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴാണ് നവംബർ 1 മുതൽ 1% പ്ലസ് GST ഒരു എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓൾറെഡി നമ്മൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം ഒരു ചാർജ് ഈടാക്കാറുണ്ട്. അതിന് പുറമെയാണ് SBI കാർഡ്സും ഈ രീതിയിൽ ചാർജ് ഈടാക്കാനായിട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പലരും ഈ ഒരു മെത്തേഡ് മിസ്യൂസ് ചെയ്തിരുന്നു. ഒന്ന് റെൻറ്റ് പേയ്മെൻറ്റ് വഴിയായിരുന്നു, മറ്റൊന്ന് ഈ ഒരു എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ആയിരുന്നു. റെൻറ്റ് പേയ്മെൻറ്റ് ഓൾറെഡി ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റിനും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ക്രെഡിറ്റ് കാർഡ് വഴി റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അതേസമയം നിങ്ങൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ POS മെഷീൻ വഴി നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തു, അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നവംബർ 1 മുതൽ ഈ ഒരു പുതിയ ചാർജ് അവർ ഈടാക്കി തുടങ്ങുക. നെക്സ്റ്റ് നവംബർ 1 മുതൽ ചാർജ് ഈടാക്കുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് പേയ്മെൻ്റ് ആണ് വാലറ്റ് ലോഡിംഗ്. നവംബർ 1 മുതൽ വാലറ്റ് ലോഡിംഗ് ചെയ്യുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% പ്ലസ് GST ചാർജ് ഈടാക്കും. ഇതും നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓരോ പ്ലാറ്റ്ഫോമിലും വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഒരു ചാർജ് ഈടാക്കും. അതിന് പുറമെ ഈടാക്കുന്ന ഒരു എക്സ്ട്രാ ചാർജാണ് ഈ ഒരു 1% പ്ലസ് GST. സോ SBI കാർഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നവംബർ 1 മുതൽ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 1000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% പ്ലസ് GST വാലറ്റ് ലോഡിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും. സോ ഈ 2 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നവംബർ 1 മുതൽ SBI കാർഡ്സിൽ വരുന്നത്. ഇനി SBI കാർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഒരു ചാർജാണ് പേയ്മെൻറ്റ് ഡിസോണർ ഫീസ്. നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിലൊക്കെ എന്തെങ്കിലും മണ്ടേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ടെക്നിക്കൽ എറർ മൂലം അല്ലെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ ഫണ്ടില്ലാത്തത് മൂലം ആ ഒരു ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഓട്ടോ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റ് ഡിസോണർ ചാർജ് ഈടാക്കും. പേയ്മെൻറ്റ് ഡിസോണർ ഫീസായിട്ട് ഈടാക്കുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 2% പ്ലസ് GST, മിനിമം 500 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ചെക്ക് പേയ്മെൻറ്റ് ഫീസ്. ചെക്ക് പേയ്മെൻറ്റ് ഫീസായിട്ട് SBI കാർഡ്സ് ഈടാക്കുന്നത് 200 രൂപ പ്ലസ് GST ആണ്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് റീപേയ്മെൻറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ATM വഴി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച തുക റീപേ ചെയ്തില്ലെങ്കിലും ഈ ഒരു ഇൻട്രസ്റ്റ് ഈടാക്കും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് SBI കാർഡ്സിന് മന്ത്ലി വരുമ്പോൾ 3.75% ആണ്, ഇയർലി വരുമ്പോൾ ഇത് 45% ആണ്. പിന്നെ SBI കാർഡ്സിൻ്റെ സെക്യൂർഡ് വേരിയൻ്റ്, അതായത് FD എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റിൽ കുറവുണ്ടാകും. ആനുവലി ഒരു 33 അല്ലെങ്കിൽ 35% ഒക്കെ ആയിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് ക്യാഷ് അഡ്വാൻസ് ഫീസാണ്. അതായത് നമ്മൾ ATM വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് അഡ്വാൻസ് ഫീസ് ഈടാക്കും. 2 ചാർജ് വരും ഈ ഒരു സിറ്റുവേഷനിൽ. ഒന്ന് ഇൻട്രസ്റ്റ്, നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ നമ്മൾ റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശ കൊടുക്കണം. പലിശ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ ആനുവലി 45% വരെയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ ചാർജാണ് ഒരു ക്യാഷ് അഡ്വാൻസ് ഫീസ്. ഇത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% പ്ലസ് GST, മിനിമം 500 രൂപ പ്ലസ് GST ഈടാക്കും. അതായത് നിങ്ങൾ ATM വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു 100 രൂപ വിഡ്രോ ചെയ്താലും 500 രൂപ പ്ലസ് GST നിങ്ങൾ ക്യാഷ് വിഡ്രോവൽ ഫീസായിട്ട് കൊടുക്കണം. അത് നെക്സ്റ്റ് ബില്ലിൽ അത് ആഡായിട്ട് വരും. അതേപോലെ തന്നെ ആ ഒരു എമൗണ്ട് റീപേ ചെയ്യുന്നത് വരെ ആ ഒരു എമൗണ്ടിന് ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ക്യാഷ് പേയ്മെൻറ്റ് ഫീസാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നിങ്ങൾ ബാങ്ക് വഴി ക്യാഷ് ഉപയോഗിച്ചൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാർജ് ഈടാക്കും. 250 രൂപ പ്ലസ് GST ആണ് ക്യാഷ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കുന്നത്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസാണ്. നിങ്ങൾ യൂസ് ചെയ്ത തുക ഡ്യൂ ഡേറ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് കൊടുക്കണം. അതായത് മിനിമം എമൗണ്ട് ഡ്യൂ എങ്കിലും റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് നിങ്ങൾ 500 രൂപ വരെയാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഇല്ല. 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെയുള്ള എമൗണ്ടിന് 400 രൂപ പ്ലസ് GST, 1000 രൂപയ്ക്ക് മുകളിൽ
10,000 രൂപ വരെയുള്ള എമൗണ്ടിന് 750 രൂപ പ്ലസ് ജി എസ് ടിയും 10,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെയുള്ള എമൗണ്ടിന് 950 രൂപ പ്ലസ് ജി എസ് ടിയും 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെയുള്ള എമൗണ്ടിന് 1,100 രൂപ പ്ലസ് ജി എസ് ടിയും 50,000 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ 1,300 രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കും. പിന്നെ തുടർച്ചയായിട്ട് 2 ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾ മിനിമം എമൗണ്ട് ഡ്യൂ പോലും അടച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഒരു ചാർജ് ഈടാക്കും. 100 രൂപ പ്ലസ് ജി എസ് ടി ആണ് ഒരു പേയ്മെൻറ്റ് ഫീസായിട്ട് എസ് ബി ഐ കാർഡ്സ് ഈടാക്കുന്നത്. അത് നിങ്ങൾ ആ ഒരു ഡ്യൂ വന്ന മിനിമം എമൗണ്ട് ഡ്യൂ റീപേ ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു 100 രൂപ പ്ലസ് ജി എസ് ടി ഓരോ മാസവും ഈടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്ന മറ്റു പ്രധാനപ്പെട്ട 2 ചാർജുകളാണ് നിങ്ങളുടെ കാർഡിൻ്റെ ആനുവൽ ചാർജും അതുപോലെ തന്നെ കാർഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡ് വേരിയൻറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ കാർഡിനും ഡിഫറൻ്റ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ്. നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വിദേശത്ത് പോയിട്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും വരുന്ന ഒരു ചാർജാണ് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ്. എസ് ബി ഐ കാർഡ്സിൻ്റെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് 3.5% പ്ലസ് ജി എസ് ടി ആണ്. ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 3.5% പ്ലസ് ജി എസ് ടി ആണ്. എന്നാൽ ചില കാർഡുകൾക്ക് അതിൽ കുറവാണ്. ലൈക്ക് ഇപ്പോൾ ഓറം, അതുപോലെ തന്നെ എലൈറ്റ് പ്രൈം, NRA സെക്യൂർഡ്, ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റ്, എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ്, എസ് ബി ഐ കാർഡ്സ് മൈൽസ്, എലൈറ്റ്, അതുപോലെ തന്നെ മൈൽസ് പ്രൈം, മൈൽസ് കാർഡൊക്കെ ആണെങ്കിൽ അതിന് ഈ ഒരു 3.5% അല്ല. എസ് ബി ഐ കാർഡ്സ് മൈൽസ് ആണെങ്കിൽ 3% ആണ്. അതുപോലെ തന്നെ എസ് ബി ഐ കാർഡ്സ് മൈൽസ് പ്രൈം ആണെങ്കിൽ 2.5% ആണ്. പിന്നെ ഓറം, അതുപോലെ തന്നെ എലൈറ്റ് പ്രൈം, NRA സെക്യൂർഡ്, ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റ്, എസ് ബി ഐ കാർഡ്സ് മൈൽസ് എലൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിന് വരുന്ന ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് 1.99% ആണ്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് ഡൈനാമിക് കറൻസി കൺവെർഷൻ ഫീസ്. അത് 3.5% ആണ് നോർമലി, എക്സെപ്റ്റ് ഓറം, അതുപോലെ തന്നെ എലൈറ്റ് പ്രൈം, NRA സെക്യൂർഡ്, ടാറ്റ ന്യൂ ഇൻഫിനിറ്റി, എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ്, എസ് ബി ഐ കാർഡ്സ് മൈൽസ് എലൈറ്റ്, മൈൽസ് പ്രൈം, മൈൽസ്. ഈ ഒരു മൈൽസ് കാർഡ് ആണെങ്കിൽ 3% ആണ്. പിന്നെ എസ് ബി ഐ കാർഡ്സ് മൈൽസ് പ്രൈം ആണെങ്കിൽ 2.5% ആണ്. ഓറം, എലൈറ്റ് പ്രൈം, NRA സെക്യൂർഡ്, ടാറ്റ ന്യൂ ഇൻഫിനിറ്റി, എസ് ബി ഐ കാർഡ്സ് മൈൽസ് എലൈറ്റ് എന്നീ വേരിയൻ്റ് ആണെങ്കിൽ 1.99%-ഉമാണ് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസായിട്ട് ഈടാക്കുന്നത്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ഫീസ്. നിങ്ങൾ കിട്ടുന്ന റിവാർഡ് പോയിന്റ് എന്തെങ്കിലും ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അതിനൊരു ചാർജ് ഈടാക്കും. 99 രൂപ പ്ലസ് ജി എസ് ടി ആണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് ആയിട്ട് ഈടാക്കുക. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് റെന്റ് പേയ്മെന്റ് ഫീസ്. നിങ്ങളുടെ എസ് ബി ഐ കാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ റെന്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ 199 രൂപ പ്ലസ് ജി എസ് ടി ആണ് റെന്റ് പ്രോസസിംഗ് ഫീസ് ആയിട്ട് എസ് ബി ഐ കാർഡ്സ് ഈടാക്കുന്നത്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് യൂട്ടിലിറ്റി പേയ്മെന്റ് ഫീസ്. നിങ്ങൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 50,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു നിങ്ങളുടെ എസ് ബി ഐ കാർഡ്സ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി കാറ്റഗറി ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ 1% ഫുൾ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% പ്ലസ് ജി എസ് ടി ഈ ഒരു യൂട്ടിലിറ്റി പേയ്മെന്റ് ഫീസായിട്ട് എസ് ബി ഐ കാർഡ്സ് ഈടാക്കും. ഇതൊക്കെയാണ് എസ് ബി ഐ കാർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മറ്റു സർവീസ് ചാർജുകൾ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി